ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെ നിയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്ന സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ തിരക്കിട്ടൊരു നിയമനം, അതും രാത്രിയിൽ, അത് വേണമായിരുന്നു എന്ന് ചോദിച്ച ഒരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ. വിവാദം ആരാ ഉണ്ടാക്കിയത്? രാഹുൽ ഗാന്ധി. മാധ്യമങ്ങളായിരിക്കും. രാഹുൽ ഗാന്ധി, അതെ, രാഹുൽ ഗാന്ധിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഇത് പരിഗണിക്കാനിരിക്കെ അതിൻ്റെ തലേന്ന് രാത്രിയിൽ പെട്ടെന്ന് ഒരാളെ നിയമിച്ചത് ശരിയായില്ല. കോടതി തീർപ്പാക്കാണ്ടിരിക്കുമ്പോൾ അത് ചെയ്ത് ജനാധിപത്യ വിരുദ്ധമാണ്, മോദിയുടെ ഫാസിസമാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാം, നമ്മൾ ചോദിച്ചാൽ പുള്ളി കേൾക്കൊന്നുമില്ല, എന്നാലും പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം. രാഹുൽ ഗാന്ധിയുടെ അമ്മയുണ്ടല്ലോ, സോണിയാഗാന്ധി, പണ്ട് ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നാഷണൽ അഡ്വൈസറി കൗൺസിലോ കമ്മിറ്റിയോ എന്നോ മറ്റൊരു സാധനം ഉണ്ടാക്കി. അതിനൊരു ഭരണഘടനാ സാധുതയില്ല അല്ലേ, പക്ഷേ അവരാണ് ഭരിച്ചിരുന്നത്. അവർ കസേര മേശയിട്ടിരിക്കും. അവിടെ നിന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ടേബിളിൽ വരുന്ന എല്ലാ ഫയലുകളും ഇവിടെ വരും. മദാമ അതിനകത്ത് ഷൂ വരയ്ക്കും. എങ്കിൽ മാത്രമേ അപ്പുറത്തുപ്പിടാൻ പറ്റുള്ളൂ. അതായത് എക്സ്ട്രാ അപ്പുറത്ത് എക്സ്ട്രാ എക്സിക്യൂട്ടീവിന് മുകളിൽ ഉള്ള ഒരു സൂപ്പർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മദാമ അന്ന്, സോണിയാഗാന്ധി. ഈ മദാമയുടെ കാലത്ത് മദാമ ഈ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ സ്വന്തം, ഞാനത് പറയുന്നില്ല പോട്ടെ, ഈ മദാമയുടെ കാലത്ത് മദാമ ഒരാളെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കാൻ പറയുന്നു. അയാളുടെ പേര് നവീൻ ചൗള എന്നാണ്. നവീൻ ചൗള ഇലക്ഷൻ കമ്മീഷൻ അംഗമായി. ഇലക്ഷൻ കമ്മീഷണറാകുമ്പോഴത്തേക്ക് എൻ ഗോപാലസ്വാമി എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാകുമ്പോൾ ആ കമ്മീഷണറുടെ കീഴിൽ കമ്മീഷണറും പിന്നെ 2 കമ്മീഷൻ അംഗങ്ങളും വേണമല്ലോ. അതുണ്ടായി വന്ന കഥ വേറെയുണ്ട്, അത് നമുക്ക് പറയാം. അങ്ങനെ ആയിരിക്കെ നവീൻ ചൗളയെ നിയമിച്ചു. ആര് നിയമിച്ചു? സോണിയാഗാന്ധി നിയമിച്ചു. അതിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം ഗോപാലസ്വാമി ഒരു 2 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷണർക്ക് 2009 വരെ തുടരാം. ആർക്ക്? നവീൻ ചൗളയ്ക്ക് ഇലക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകാം. 2009 വരെ തുടരാം. 2009 പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഇലക്ഷൻ കമ്മീഷണർ ആരായിരിക്കും? ചൗളയായിരിക്കും. ചൗളയെ നിയമിച്ചത് സോണിയാഗാന്ധി പറഞ്ഞിട്ട് മൻമോഹൻ സിംഗ് ആണ്. ഇയാൾ അവിടെ വന്നതിന് ശേഷം ഇലക്ഷൻ കമ്മീഷനിലെ എല്ലാ രഹസ്യങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് ചോർത്തിക്കൊടുക്കുകയാണെന്ന് ഗുരുതരമായ ആക്ഷേപങ്ങൾ വന്നു. 200 MPമാർ ചേർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗോപാലസ്വാമിക്ക് പരാതി എഴുതി കൊടുത്തു. ഇയാൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ്, ഇയാളെ മാറ്റണം എന്നാവശ്യപ്പെട്ടു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഴുവൻ രഹസ്യങ്ങളും കോൺഗ്രസ് ചോർത്തി കൊടുക്കുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എളുപ്പമല്ലേ. അങ്ങനെ ഏറ്റവും പക്ഷപാതപരമായി നവീൻ ചൗള പെരുമാറുന്ന 200 MPമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നിവേദനം കൊടുത്തു. വേണമെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അയാളെ മാറ്റാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? സോണിയാഗാന്ധി തടഞ്ഞു. സോണിയാഗാന്ധി പറഞ്ഞു തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഗോപാലസ്വാമിയുടെ കീഴിൽ ഇയാൾ തുടർന്നു. അവസാനം ഗോപാലസ്വാമി റിട്ടയർ ചെയ്യുന്ന സമയം വന്നപ്പോൾ ഗോപാലസ്വാമി എന്ത് ചെയ്തറിയോ? ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് പറഞ്ഞു, ഇയാൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന പദവിയുടെ എല്ലാ അന്തസ്സും കെടുത്തി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. അതുകൊണ്ട് ഇയാളെ മാറ്റണം എന്നാവശ്യപ്പെട്ട് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പട്ടീലിന് കത്തെഴുതി. ആര്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രതിഭ പട്ടീൽ ചെയ്യുമോ? പ്രതിഭ പട്ടീലും ഈ പറയുന്ന പോലെ മദാമയുടെ പിന്നാമ്പുറത്ത് പോയി ശാപ്പാട് കഴിക്കുന്ന പാർട്ടിയായിരുന്നു. കാരണം അവർക്കെതിരെ അവർ രാഷ്ട്രപതിയാവുന്ന സമയത്ത് അവരെക്കുറിച്ച് കുപ്രസിദ്ധമായ വിവാദങ്ങളുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ? ഒരിക്കലും രാഷ്ട്രപതി എന്ന് പറയുന്ന പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യതയില്ലാതിരുന്നൊരു സ്ത്രീയായിരുന്നു പ്രതിഭ പട്ടീൽ. അത്രമാത്രം ഹീനമായ ആക്ഷേപങ്ങൾ. നമ്മളിപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന ആളായിരുന്നു എന്നതുകൊണ്ട് ആ ആക്ഷേപങ്ങൾ നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് വെക്കുന്നില്ല. എല്ലാ രംഗത്തും ഈ മലീമസമായ ട്രാക്ക് റെക്കോർഡുള്ള ആളുകളെ കൊണ്ടിരുത്തി തൻ്റെ ഭരണം നടത്താൻ, തന്നെ പ്രധാനമന്ത്രിയാക്കാൻ സമ്മതിക്കാതിരുന്ന ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം, ഹനിക്കാമെന്ന് റിസർച്ച് ചെയ്യുകയായിരുന്നു മദാമയെന്ന്. അങ്ങനെ രാഷ്ട്രപതിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ നവീൻ ചൗള അൺഫിറ്റാണ്, ഇയാളുടെ രാഷ്ട്രപതിയെങ്കിലും നീക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തു. തൊട്ടില്ല. അയാൾ തന്നെ ഇലക്ഷൻ കമ്മീഷണറായി തുടർന്നു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി. 2019 കോൺഗ്രസ് ജയിച്ചു. ഇത് രാഹുൽ ഗാന്ധി മറന്നുപോയോ? അന്ന് നവീൻ ചൗള എന്ന് പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പോലെ മദാമ്മയുടെ സാരിയും മറ്റ് സാധനങ്ങളും ഒക്കെ കഴുകി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വേറെ ഉണ്ടാവത്തില്ല. ആരായിരുന്നു ഭരണത്തിൽ? കോൺഗ്രസ്.
ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞ ഭരണഘടനാ പദവിയാണ് അല്ലേ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എങ്ങനെ നിയമനം നടത്തണമെന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ഒറ്റ അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അല്ലേ. അതിനെ കേന്ദ്ര സർക്കാർ നിയമിക്കുമെന്നാണ് നിങ്ങളൊക്കെ പറയുന്ന അംബേദ്കറുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരുന്നത്. ആരുടെ ഭരണഘടനയെ? നരേന്ദ്രമോദിയുടെ ഭരണഘടനയല്ല, RSSന്റെ ഭരണഘടനയല്ല, മനുസ്മൃതിയിലല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരുന്നത് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുമെന്നായിരുന്നു. അങ്ങനെയാണല്ലോ നിയമിച്ചു വന്നിരുന്നത്. ആര് വരുന്നത്? TN ശേഷൻ വരുന്നത്. TN ശേഷൻ എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ നിയമിച്ച ആളാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധികാരങ്ങൾ ആദ്യമായി പ്രയോഗിച്ചു. അതിനു മുമ്പ് TN ശേഷനെ നിയമിച്ചതും ഈ കോൺഗ്രസ് സർക്കാർ തന്നെയാണ്. അതിനു മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നെഹ്റുവിൻ്റെ കാലം മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയൊക്കെ നിയമിച്ചതും കോൺഗ്രസ് സർക്കാരാണ്. ആ കോൺഗ്രസ് സർക്കാർ പറയുന്നത് പോലെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രവർത്തിച്ചിരുന്നത്. ശേഷൻ മാത്രമാണ് തൻ്റെ അധികാരങ്ങൾ ആദ്യമായി പ്രയോഗിച്ചത്. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അപകടം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? 2 കമ്മീഷൻ അംഗങ്ങളെ കൂടെ വെച്ചു. അപ്പോൾ ഏകാംഗ കമ്മീഷൻ വേണ്ട എന്ന് തീരുമാനിച്ചു. അതും കോൺഗ്രസ് ആണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധികാരങ്ങൾ നിലനിർത്തണം എന്ന് പറയുന്നവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിമറിച്ചത് ആദ്യം കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ നേരിട്ട് നിയമിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നത് ആര്? ഭരണഘടന. അതുണ്ടാക്കിയത് അംബേദ്കറും ടീമും. മോദിക്ക് പങ്കില്ലേ? BJPക്ക് പങ്കില്ല, RSSനും പങ്കില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തെ സിസ്റ്റം. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് 3 അംഗ കമ്മീഷനായി. അതിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില ആളുകൾ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് നിങ്ങളൊരു പുതിയ ചട്ടം ഉണ്ടാക്കാം, പുതിയൊരു നിയമം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുക. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നത് വരെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാം. പ്രധാനമന്ത്രി, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു താൽക്കാലിക സമിതി ഉണ്ടാക്കാം. പ്രതിപക്ഷ നേതാവ് അവർ സെലക്ട് ചെയ്യട്ടെ. തൽക്കാലത്ത് ആ വർഷത്തേക്ക് നിയമം ഉണ്ടാവുന്നതുവരെ തൽക്കാലത്തേക്ക് ഇങ്ങനൊരു സമിതി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വർഷത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. അതിനുശേഷം നിയമം കൊണ്ടുവന്നു. നിയമത്തിൽ സർക്കാർ തീരുമാനിച്ചു 3 അംഗം വേണം. അതിൽ 1 പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി. ഇങ്ങനെ നിയമം കൊണ്ടുവന്നു. സുപ്രീം കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കാനുള്ള നിശ്ചയിക്കാനുള്ള ബോഡിയിൽ സുപ്രീം കോടതി ജഡ്ജി ഉണ്ടാവണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയില്ല. 1. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വിധിക്കാൻ സുപ്രീം കോടതിക്ക് എന്താ അധികാരം? അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ചോദിച്ചു, CBI ഡയറക്ടറെ സുപ്രീം കോടതി തീരുമാനിക്കും. സുപ്രീം കോടതിയുടെ പണിയല്ലല്ലോ. സുപ്രീം കോടതി നിയമം ഉണ്ടോ, നിയമം വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവിൻ്റെ അധികാരങ്ങളാണ്. ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആരായിരിക്കണം, കളക്ടർ ആരായിരിക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരിക്കണം, DGP ആരായിരിക്കണം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് എക്സിക്യൂട്ടീവിൻ്റെ ജോലിയാണ്. അതിനകത്ത് കയറി കോടതി ഇടപെടുന്ന പരിപാടി ശരിയല്ല എന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി കഴിഞ്ഞ ദിവസവും പറഞ്ഞു. കാരണം കോടതി ഇങ്ങനെ പതുക്കെ ജനാധിപത്യത്തെ പിടിക്കുകയാണ്, വിഴുങ്ങാൻ നോക്കുകയാണ്. കാരണം ഇവരെ ആരും തെരഞ്ഞെടുത്തില്ല. ഇവർ 4 പേര് കൂടി ഇരുന്നിട്ട് ഞങ്ങളെ തെരഞ്ഞെടുക്കും, എന്നിട്ട് അടുത്ത തലമുറ തെരഞ്ഞെടുക്കും. അങ്ങനെയാണ് കൊളീജിയം എന്ന് പറഞ്ഞ ഏർപ്പാട്. ഈ കൊളീജിയത്തിൽ ഒരു ജനാധിപത്യവും ഇല്ല. കാരണം പ്രതിപക്ഷ നേതാവ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. പ്രധാനമന്ത്രി അതെ. സുപ്രീം കോടതി ജഡ്ജിയെ ഏത് ജനാധിപത്യം പ്രകാരം തെരഞ്ഞെടുത്താണ്? ഒരു ജനാധിപത്യത്തിൽ ഒരു ടെസ്റ്റില്ല. എനിക്കിപ്പോൾ ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള 10 വർഷത്തെ പ്രാക്ടീസും ലോ ഗ്രാജുവേഷനും ഉണ്ട്. എനിക്ക് സുപ്രീം കോടതി ജഡ്ജി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഗ്രാൻഡ് ഫാദർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് ഫാദർ ആയാലും എൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ ജഡ്ജിയായിട്ട് എനിക്ക് എൻ്റെ ആ ഗ്രാൻഡ് ഫാദർ അയാളുടെ മകന് കൊടുക്കേണ്ട തീരുമാനിച്ചാലോ? എനിക്ക് അപേക്ഷിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ടോ സുപ്രീം കോടതി ജഡ്ജി ആവാൻ? ഹൈക്കോടതി ജഡ്ജി ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ടോ ഇന്ത്യയിലെ പൗരന്? ഇല്ല. ഇതെന്ത് രാജഭരണോ? അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. കാരണം ജനാധിപത്യം എന്ന് പറയുകയും ഈ രാജ്യത്തെ എല്ലാ പദവികളിലേക്കും ട്രാൻസ്പെറൻ്റായും സംവരണം പാലിച്ചും സുതാര്യമായും ടെസ്റ്റുകൾ നടത്തി തുല്യ അവസരം വേണം അല്ലേ? എല്ലാ പദവികളിലേക്കും തുല്യ അവസരം എല്ലാ പൗരന്മാർക്കും വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഹൈക്കോടതി ജഡ്ജി ആവാൻ എന്തെങ്കിലും തുല്യ അവസരം ഉണ്ടോ? ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റുമോ? സുപ്രീം കോടതി ജഡ്ജി ആവാൻ അപേക്ഷ കൊടുക്കാൻ പറ്റും? ഇല്ല. ഒരു പ്രോസസ്സും ഇല്ല. അങ്ങനെ വന്നിരിക്കുന്ന നൂലിൽ കെട്ടിയിറക്കിയ കുറേ ആളുകൾ, കൊളീജിയം എന്ന് പറഞ്ഞ സംവിധാനം, ഇങ്ങനെ സുവർണ്ണ നൂലുകളിൽ കെട്ടിയിറക്കുന്ന ജഡ്ജിമാർ. അതിലൊരു ജഡ്ജിയെ വേണം ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സംവിധാനത്തിൽ നിയമിക്കണം എന്ന് പറയുന്നത് എന്ത് സാങ്കത്യമുള്ള ഭരണഘടനാ വ്യവസ്ഥയിലെന്നേ. ഭരണഘടനാ ശില്പികൾ അങ്ങനെ കണ്ടിട്ടില്ല. നടപ്പാക്കിയിട്ടില്ല. നമുക്ക് നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ ഉണ്ടാക്കി. പാർലമെന്റിന് 2 സഭകളും പാസ്സാക്കി. 19 16 നിയമസഭകൾ അംഗീകരിച്ചു ഭരണഘടനാ ഭേദഗതി.
ഇവർ 2 3 പേര് 5 പേര് ചേർന്നിട്ട് 3 പേര് ചേർന്ന് അത് പാർലമെൻറ്റും ഇന്ത്യയിലെ നിയമസഭകളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ അംഗീകരിച്ച നിയമം ഇവർ റദ്ദാക്കി 3-2 ഭൂരിപക്ഷത്തിന്. 6 പേര് 3 പേർ ഇന്ത്യയിലെ 3 പേർ ഇന്ത്യയിലെ ജനങ്ങളുടെ ജനവിഹിതത്തെ അട്ടിമറിച്ചു. അതല്ലേ കോടതി ചെയ്യുന്നത്? അങ്ങനെയുള്ള കോടതിയെ എന്തിനു വെക്കണം? അങ്ങനെ ഭരണഘടന ഒരിക്കലും വിഭാവനം ചെയ്തിട്ടില്ല. ഇവർക്ക് എന്താണെന്നറിയോ, ഈ സംവിധാനമൊക്കെ ഇവരായിരുന്നെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ മതിയായിരുന്നു. മോദി വന്നതുകൊണ്ട് പറ്റില്ല, മോദി പറ്റില്ല. ഇപ്പോഴും മോദി അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇവർക്കൊക്കെ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേട്ടോ, അമേരിക്കയിൽ പോയപ്പോൾ മോദിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല, നാണക്കേടായിപ്പോയിന്ന്. അത് ഇംഗ്ലീഷ് സംസാരിച്ചാലേ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുള്ളൂ ഭരണഘടന എഴുതിയിട്ടില്ലല്ലോ. ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും എനിക്കും സിനുവിനും വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ അർഹതയുണ്ട്, അവകാശമുണ്ട്, അല്ലേ? യൂറോപ്പിലെ ഏത് രാജ്യമാണ് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നത്? അവരവരുടെ ഭാഷയല്ലാതെ ഫ്രഞ്ചിലോ അല്ലെ ജർമ്മനിലോ? ഇവർക്ക് സഹിക്കുന്നില്ലല്ലോ. വളരെ സാധാരണ കുടുംബത്തിൽ പിറന്ന, ഡൂൺ സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത, എലീറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പെടാത്ത, നൈറ്റ് ക്ലബ്ബുകളിൽ പോവാത്ത, പട്ടായയിൽ പോവാത്ത ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അംഗീകരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു എന്താണ്, ഒരു ഇച്ചിങ് അതിന് നല്ല ബോറോസിൽ അതുപോലെയുള്ള സാധനമൊക്കെ മേടിച്ച് തേക്കണം. അതല്ലാതെ ഇനി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ നിയമിക്കാമോ? അപ്പം അങ്ങനെ ഈ രാജ്യത്ത് ഒന്നും നടക്കൂലേ. കാരണം ഏത് കാര്യത്തിനും ഒരു പെറ്റീഷൻ കോടതി കൊടുത്താൽ ആർക്ക് കൊടുക്കാം, അത് തീർപ്പാവുന്നതുവരെ ഒരു നിയമനവും പാടില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഭരണം നടക്കൂല. അപ്പോൾ കോടതിയിൽ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടെങ്കിൽ പിന്നെ 5 മുതൽ 10 വർഷം വരെ എടുക്കേണ്ടി വരും. കോടതിയുടെ തീരുമാനം വരുമ്പോൾ വരട്ടെ, അപ്പോൾ നോക്കാം. കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ പിന്നെ ആ വിഷയത്തിൽ ഒരു തീരുമാനവും സർക്കാരുകൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭരണം നടക്കില്ല. ഇതിനകത്ത് ഈ തോറ്റമ്പി പരാജയപ്പെട്ട് ഇനി ഗതിയില്ലാ കയത്തിൽ വീണ് കിടക്കുകയാണ്. ഇപ്പോൾ ഗുജറാത്തിലെയും ഛത്തീസ്ഗഡിലെയും തിരഞ്ഞെടുപ്പ് ഫലം വന്നു. കോൺഗ്രസിന് എന്ത് കിട്ടിയെന്നറിയാമോ? മൊട്ട. 2027 ഗുജറാത്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ പാർട്ടിക്ക് ഗുജറാത്തിൽ എത്ര സീറ്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടി എന്ന് കാണണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.